ഗൈസ് വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ 93K കണ്ടു. ആ സമയത്ത് നല്ലൊരു വോൾട്ടിലിറ്റി ഉണ്ടായിരുന്നു. പുതുതായി വന്നവരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഈ CPI ഡാറ്റ അമേരിക്കൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡാറ്റ റിലീസ് ഉണ്ട്, ഫോംസ് മീറ്റിംഗ് ഒക്കെ. അത്തരം ദിവസങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അപ്പോൾ അന്ന് മാക്സിമം ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹൈ വോൾട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹൈ വോൾട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് നല്ല വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു ചെറിയ ട്രേഡോ നമ്മൾ മറ്റെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കോയിൻ ബൈ ചെയ്തു, ആദ്യമായി നമ്മളൊരു ബൈ ചെയ്ത കോയിൻ പെട്ടെന്ന് കുറയുന്ന കണ്ടാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ദിവസങ്ങൾ ആദ്യം മനസ്സിലാക്കുകയും അന്ന് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷിബ ഇനു ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഡോജ് കോയിൻ്റെ റീബൈ ഓപ്പർച്യൂണിറ്റി, ഡോജ് കോയിൻ്റെ സാധ്യതകൾ, ഇലോൺ മാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡോജ് കോയിൻ്റെ സാധ്യതകൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഷിബ ഇനിയും കൂടി. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാ മീം കോയിൻ്റെ ബാക്കിലേക്ക് പോകരുത്. മീം കോയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്യാപ്പുള്ള കോയിൻസ്, ചിലപ്പോൾ അതൊക്കെ വലിയ റിട്ടേൺസ് ഉണ്ടാക്കുകയും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അതിനനുസരിച്ചുള്ള റിസ്ക് ഫാക്ടറും ഉണ്ട്. എപ്പോഴും ഒരു സേഫാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ, എത്തീരിയം പോലുള്ള ചെറിയ ആ ഒരു ഹൈയിലുള്ള കോയിൻ വാങ്ങിയാൽ മതി. അതേ സമയത്ത് ഷിബ ഇനിയും കൂടിയാണ് ഞാൻ എൻ്റെ ഒരു മീം കോയിൻ സെലക്ഷനിൽ ഞാൻ പെപ്പെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ 10x കോയിൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം RDX ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ പെപ്പെ റിലേറ്റഡ് ആക്കിയിട്ട് ഈ കോയിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഇപ്പം നമ്മൾ 10x ഞാൻ ഈ പ്രാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന 20 കോയിൻസിലുള്ള ഡോജ് കോയിൻ്റെ കൂടെ തന്നെയുള്ള കോയിനാണ് ഷിബ ഇനു. ഇപ്പോൾ ഷിബ ഇനു ഉള്ളത് കുറച്ച് 0.000 എന്ന് പറഞ്ഞ ഡോളർ റേറ്റിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉള്ളത് 0.00024 നമ്മൾ അക്യുമുലേറ്റ് ചെയ്തത്, പേഴ്സണലി അക്യുമുലേറ്റ് ചെയ്തത് 0.0001318 ഒക്കെയാണ്. അതേ സമയത്ത് 0.00021 24 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ റേറ്റിലൊക്കെ റീഅക്യുമുലേഷൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 0.003ൻ്റെ മുകളിലൊക്കെ, അതായത് 0.000 ഇപ്പോൾ ഉള്ള 0 തന്നെ അതിൻ്റെ 3ഓ 4ഓ റേഞ്ചിൽ എത്താനുള്ള സാധ്യത ഈ ഒരു കോയിനിലുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതലേക്ക് പോകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വെറും ചെറിയ ചെറിയ ക്യാപ്പുള്ള കോയിൻസിൽ മാത്രം ഇടരുത്. കാരണം അതിൽ റിട്ടേൺസ് കൂടുതലാണെങ്കിലും നിങ്ങളുടെ ഫണ്ട് അതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളൊരു 1000 അല്ലെങ്കിൽ 1,00,000 രൂപ ഇത്തരം ചെറിയ ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു വേരിയേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവരുത്. മാർക്കറ്റ് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇത് പ്യുവറായിട്ട് പുതുതായി വരുന്നവരോട് സംസാരിക്കുന്ന രീതിയാകൊണ്ടാണ് ഓരോ വിഷയങ്ങളും വളരെ ക്ലാരിറ്റിയിൽ വീണ്ടും വീണ്ടും പറയുന്നത്. ചിലപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരാൾക്ക് ഇതെന്താണ് ഇങ്ങനെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ പറയുന്നത് എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇപ്പം വളരെയധികം ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷിബ ഇനു പോലുള്ള കോയിൻസ് നിങ്ങൾ വേറൊരു കാര്യം ഈ ഒരു ബുൾ മാർക്കറ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു 100 രൂപ അല്ലെങ്കിൽ 100 അല്ലുമ്പോട്ട് ഒരു 10,000 രൂപ തൊട്ട് ഇപ്പോൾ ഈ ഷിബ ഇനു വാങ്ങി നിങ്ങൾക്കൊരു 15,000 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു 5,000 എങ്കിലും പ്രോഫിറ്റ് എടുക്കേണ്ടതുണ്ട്. ശരിയാണ്, അത് നാളെ ഒരു വലിയ രീതിയിലേക്ക് പോകുമെങ്കിൽ പോലും നിങ്ങൾ ഈ 5,000 എടുത്ത് നിങ്ങളുടെ ക്യാപിറ്റലില്ലേ, നിങ്ങളുടെ 10,000 എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റലില്ലേ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മെയ് മാസത്തിലോ ഒരു ജൂണോ അല്ലെങ്കിൽ ഒരു ജൂലൈ മാസത്തിൽ ഞാൻ എപ്പോഴും ഈ പോസ്റ്റ് ആളും റീഅക്യുമുലേഷൻ സമയത്താണ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പം ആ ഒരു ഗ്യാപ്പിൽ കുറച്ചും കൂടി ഹപ്പായത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ഗ്രീഡി തോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ബുൾ മാർക്കറ്റ് ഫേസിൽ തന്നെ റീട്രേസുകൾ ഉണ്ടാവുന്ന കുറിച്ച് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അതായത് ബുൾ മാർക്കറ്റ് ഇപ്പോൾ 100Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പം ഒരു 80 അല്ലെങ്കിൽ ഒരു 120Kയിൽ എത്തിക്കതിന് ശേഷം പെട്ടെന്ന് ഒരു 80ലേക്കൊക്കെ വരാം. 2020 ഈ കോവിഡിൻ്റെ സമയത്തുള്ള റീട്രേസൊക്കെ ഒരു ബുൾ മാർക്കറ്റ് ഫേസിൻ്റെ ഇടയിലുണ്ടായത്. അപ്പം അത്തരം സാഹചര്യത്തിൽ പെട്ടെന്ന് ആദ്യമായി മാർക്കറ്റിൽ വരുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവുകയും സെൽ ഓഫ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യപ്പെടാം, ഒരു എമൗണ്ട് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുൾ മാർക്കറ്റ് പീക്കായ 2025 ജൂണിലോ അല്ലെങ്കിൽ ഒരു മെയിലോ നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഇട്ട ഒരു എമൗണ്ട്, ഇപ്പോൾ ഡോജ് കോയിൻ ആയാലും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഡോജ് കോയിനൊക്കെ 100% പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എയിം ചെയ്യുന്നത് 0.9 അല്ലെങ്കിൽ 1 ആ ഒരു റേഞ്ചിൽ 0.8 ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു 0.2ലോ അല്ലെങ്കിൽ വളരെ കുറവ് റേറ്റിൽ വാങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു റിട്ടേൺസ് എടുക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് പ്രോഫിറ്റ് എടുത്തതിന് ശേഷമുള്ള റിഗ്രറ്റുകൾ. അത് ആദ്യം തന്നെ മാറ്റി വെക്കണം. അതൊരിക്കലും ഉണ്ടാവരുത്. നമുക്ക് 10 രൂപയാണെങ്കിൽ 10 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ വിജയിച്ചു. കാരണം 90% ആൾക്കാരും
ഈ പറയുന്ന ക്രിപ്റ്റോ ഫീൽഡിൽ നിന്ന് തന്നെ ലോസുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ള ചിന്തകൾ വേണ്ട. എപ്പോഴും ഫുൾ പെർസെൻറ്റേജ് സെല്ല് ചെയ്യാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എമൗണ്ടിൻ്റെ ഒരു ഗ്രോത്ത് കിട്ടിയാൽ, പ്രത്യേകിച്ച് ഒരു 60-70% ഗ്രോത്ത് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ക്യാപിറ്റൽ സേഫായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് വോളറ്റിലിറ്റി കണ്ടാലും നമുക്ക് ഒരിക്കലും ഒരു പേടി ഉണ്ടാവില്ല. ഓക്കെ.